കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. മൂന്ന് ദ്വീപുകളാൽ ചുറ്റപ്പെട്ട എറണാകുളം ജില്ലയിലെ കുമ്പളം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്റെ പഞ്ചായത്തിലൂടെ ആദ്യം പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണനുണ്ട്. നമസ്കാരം ശ്രീ രാധാകൃഷ്ണൻ. കായലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കുമ്പളം പഞ്ചായത്ത്. നിരവധി മത്സ്യത്തൊഴിലാളികളുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്? അവരുടെ ജീവനോപാധി എന്ന നിലയിൽ വള്ളവും അതുപോലെ തന്നെ വല, അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതിയിൽ പ്രത്യേകം പരിഗണിക്കപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളായ ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം, ഒപ്പം അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സ്കോളർഷിപ്പും, ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, അതോടൊപ്പം ഫർണിച്ചർ തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവർക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നുണ്ട്. അതുപോലെ കുടിവെള്ളത്തിന്റെ സൗകര്യത്തിന് വേണ്ടി വാട്ടർ ടാങ്ക് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കായലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യതകൾ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ടൂറിസം സാധ്യതകളൊക്കെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നത്? കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും മനോഹരമായ പ്രദേശമാണ് നമ്മുടേത്. പക്ഷേ നമുക്ക് കായലോരത്ത് മതിയായ സ്ഥല സൗകര്യം ഇല്ലാത്തതിനാൽ പഞ്ചായത്ത് എന്ന നിലയിൽ തനതായി ഒരു ടൂറിസം പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നാം പല ഘട്ടങ്ങളിലും ആലോചിച്ചെങ്കിലും അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള ഇത് സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിൽ നടക്കുന്നുണ്ട്. നല്ല നിലയിൽ ടൂറിസ്റ്റുകൾ നമ്മുടെ പ്രദേശത്ത് വന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ടൂറിസം മേഖലയിൽ അടക്കം നിരവധി അനന്ത സാധ്യതകളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. കായലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കുമ്പളം പഞ്ചായത്ത് എന്ന് പറയുന്നത്. നിരവധി മത്സ്യത്തൊഴിലാളികളുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒക്കെ നിരവധി വികസന പദ്ധതികൾ കുമ്പളം ഗ്രാമപഞ്ചായത്ത്, മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. കാർഷിക മേഖലയായിരുന്നു. വർഷങ്ങളായിട്ടിപ്പോൾ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കർഷകർക്ക് ഉണ്ടാകുന്നത്. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചല്ല ഇപ്പോൾ ഉപജീവന മാർഗങ്ങൾ. എന്നാലും കാർഷിക മേഖല ആശ്രയിച്ച് കഴിയുന്ന ആളുകളും പഞ്ചായത്തിലുണ്ടല്ലേ? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കാർഷിക മേഖലയായിരുന്നു നമ്മുടെ ഈ ഭൂപ്രദേശത്തിൽ ഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളും. പക്ഷെ നെൽകൃഷി ആദായകരമല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഭൂവുടമസ്ഥന്മാർ, കൃഷിക്കാർ അവിടെ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ചില സഹായങ്ങളും കൃഷിഭവൻ വഴി ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് നാമമാത്രമായ നിലയിലാണ് നമ്മുടെ പ്രദേശത്ത് നെൽകൃഷി, പൊക്കാളി കൃഷി നടക്കുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ മാറി മറ്റ് മാർഗങ്ങളാണ് ഉപജീവനത്തിന് വേണ്ടി ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. 18 വാർഡുകളുള്ള ഒരു പഞ്ചായത്താണ്. മാലിന്യമുക്ത പഞ്ചായത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഇടപെടലാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യ സംസ്കരണ രംഗത്തെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? സർക്കാർ നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് മിനി MCFകൾ വാർഡുകൾ തോറും സ്ഥാപിച്ചു. MCF സ്ഥാപിച്ചു. എല്ലാ വീടുകളിലും പോയി അവിടുത്തെ അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും ഹരിതകർമ്മ സേന അംഗങ്ങൾ പോയി കളക്ട് ചെയ്ത് അത് നമ്മൾ ഏജൻസികൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ തെരുവുകൾ പലതും മാലിന്യമുക്തമാക്കാൻ കഴിയുന്ന തരത്തിൽ ബിന്നുകൾ സ്ഥാപിച്ച് ഏതെങ്കിലും കാരണത്താൽ ആ ബിന്നുകളിൽ
അജൈവ മാലിന്യങ്ങൾ സംഭരിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളായ ആളുകൾക്ക് നല്ലതുപോലെ ഈ കാര്യത്തിൽ താല്പര്യമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് സന്നദ്ധ സംഘടനകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മാലിന്യമുക്തമായ ഒരു പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മുൻനിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന് ശേഷിക്കുന്ന പ്രവർത്തനങ്ങളും കാര്യക്ഷമതയോടുകൂടി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകുന്നുണ്ട്. 28 അംഗനവാടികളാണ് പഞ്ചായത്തിലുള്ളത്. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണമടക്കം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് പണം നീക്കിവെച്ചാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ള LP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ മറ്റ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് നല്ല നിലയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കൃത്യതയോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതിയൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഈ പഞ്ചായത്തിന്റെ ഭരണ സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് ഭവന പദ്ധതി ഇപ്പോ 250 എണ്ണം കൊടുക്കണമെന്നുള്ള നിലയിലാണ്. 200 എണ്ണം ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് 250 കുടുംബങ്ങൾക്ക് പുതുതായി വീട് വെക്കുന്നതിനാവശ്യമായ സഹായം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ ഭവന പദ്ധതി എന്ന നിലയിലേക്ക് വീട് ഇല്ലാത്ത ഒരാൾ പോലും പഞ്ചായത്തിൽ ഉണ്ടാകരുതും എന്ന നിലയിലുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പാക്കി മുന്നോട്ട് പോകുന്നത്. വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിക്കുന്നത്, അത് നടപ്പിലാക്കുന്നത്? റീഹാബിലിറ്റേഷൻ സെന്റർ തന്നെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം വയോജനങ്ങളെ പഞ്ചായത്തിലെ ആരോരുമില്ലാതെ ആശ്രയമില്ലാതെ, ഇനി ആശ്രയം ഉണ്ടെങ്കിൽ പോലും പല കാരണങ്ങളാൽ സംരക്ഷിക്കപ്പെടാതെ കഴിയുന്ന നമ്മുടെ പ്രദേശത്തെ വയോജനങ്ങളായ ജനവിഭാഗത്തെ താമസിപ്പിക്കാൻ, ചുരുങ്ങിയത് ഒരു 30 പേരെങ്കിലും താമസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വൃദ്ധ സദനത്തിന് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ട് വൈകാതെ തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ നമുക്ക് കഴിയുന്നതാണ്. സ്ത്രീ ശാക്തിക രംഗത്ത് കുടുംബശ്രീ, സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? കുടുംബശ്രീയുടെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 280ഓളം വരുന്ന അയൽക്കൂട്ടങ്ങൾ ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല നിലയിൽ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ അവരാരംഭിച്ചിട്ടുണ്ട്. ആ കുടുംബശ്രീ സംവിധാനം വഴി വാർഡുകൾ തോറും പച്ചക്കറി കൃഷി ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അവരുടെ പച്ചക്കറി, ജൈവ പച്ചക്കറികൾ ആഴ്ച ചന്തകൾ തുടങ്ങി അവിടെ വിൽപ്പന നടത്തുന്ന സാഹചര്യമുണ്ട്. അതുകൂടാതെ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സഹായം സ്വീകരിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മറ്റേതൊരു സന്ദർഭത്തെക്കാൾ സ്ത്രീകൾ സാമൂഹ്യമായ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും പൊതുരംഗത്ത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും കഴിയുന്നവരായി, പ്രാപ്തരായി പഞ്ചായത്തിലെ സ്ത്രീ ജനസാമാന്യം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിനു ശേഷം മുന്നോട്ട് വന്നിട്ടുള്ള സ്ഥിതിയാണ്. ജില്ലക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ CDSകളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു CDS ആയി കുടുംബശ്രീ പ്രസ്ഥാനമായി പഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനത്തെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
തീർച്ചയായും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിലുണ്ടായിരുന്ന ഇതെല്ലാം ഈ ട്യൂബുകളെല്ലാം മാറ്റി LED ബൾബുകളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരുന്നത് നാഷണൽ ഹൈവേയിലെ അതോറിറ്റിയുടെ തീരുമാനപ്രകാരം പരസ്യം അനുവദിക്കാത്തതിനെ തുടർന്ന് അത് നടത്തിക്കൊണ്ടിരുന്ന ഏജൻസി നിർത്തലാക്കിയപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് തന്നെ അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ആവശ്യമായ ലൈൻ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം എല്ലാ വാർഡുകളിലും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്കും കാർഷിക മേഖലയിൽ ഉള്ളവർക്കാണെങ്കിലും ആരോഗ്യരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കുമ്പളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പോ നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഏതാണ്ട് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന ഫണ്ടിൽ നിന്ന് വലിയ തോതിലുള്ള സംഖ്യയാണ് നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി കഴിയും. പ്രാദേശിക ജലസ്രോതസ്സിനെ സംരക്ഷിച്ച് നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഖ്യമായും കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കുടിവെള്ള പ്രശ്നം നമുക്ക് വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി നമ്മുടെ പ്രാദേശിക ജലസ്രോതസ്സുകൾ നല്ല നിലയിൽ അതിനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതിൽ കേന്ദ്രീകരിച്ച് നിന്ന് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പട്ടണത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമെന്ന നിലയിൽ ചെറുതെങ്കിലും വ്യാവസായികമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കഴിയുന്ന നിലയിൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. ആ നിലയിൽ പ്രദേശത്തെ പൊതുവികസനം, കായലുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലക്കകത്തെ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായി അതിന് കഴിയുന്ന സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിച്ച് പ്രായോഗികമായി ടൂറിസത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഈ കാലയളവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന കാലത്ത് ആ നിലയിൽ കൂടി കണ്ടുകൊണ്ട് പഞ്ചായത്തിന് വികസന സാധ്യതകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നാണ് പറയാനുള്ളത്. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കുമ്പളം പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഭാവി പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണനാണ് പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ പങ്കുവച്ചത്. നന്ദി ശ്രീ KS രാധാകൃഷ്ണൻ.